പുറത്തുനിന്നുള്ള ആൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ ഇപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസിൽ പുറത്തെ സ്റ്റേറ്റുകൾക്ക് അതേപോലെ വന്ന് അവർക്ക് എഴുതി ഇവിടെ ചേരാൻ പറ്റത്തില്ല. നമുക്ക് 10-20% സീറ്റ് പലപ്പോഴും വേക്കൻ്റ് ആണ്. അത് മാറ്റുന്നുണ്ട് ഇപ്പം. മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർ വന്ന് പഠിക്കും, അവർ താമസിക്കും, അവരുടെ പേരൻസ് ചിലപ്പോൾ ഇവിടെ ഒന്ന് വാടകയ്ക്കെടുത്ത് താമസിക്കും. കേരളത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കേരളത്തിൽ. അതിന് നമ്മൾ ഇങ്ങനെ പല മേഖലയിൽ നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം അത് വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു നമ്മുടെ സാധ്യത സർവീസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ പ്രധാനമായിട്ടും. ടീച്ചേഴ്സ് ലോകത്തെല്ലാം പോകുന്നത് നമ്മുടെ ഇവിടുന്ന് പോകാറുണ്ട്, ഡോക്ടേഴ്സ് പോകാറുണ്ട്, സിസ്റ്റേഴ്സ് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിനാ അവിടെ പോകുന്നത്? അവിടത്തെക്കാളും പകുതി ചിലവിൽ ഇവിടെ ചെയ്യാമെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ഒരു എഫിഷ്യൻസി കൂട്ടി സൗകര്യം കൂട്ടി വന്നൂടെ? ഇത് ബഡ്ജറ്റിനകത്തൊക്കെ പണം വെച്ചിട്ടുണ്ട്, അതിനുള്ള മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, കുറച്ചുകൂടി നന്നായി നടക്കണം. ഇതെല്ലാം കൂടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പശ്ചാത്തലം എല്ലാം കൂടി വരുമ്പം വളരെ വലിയ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു വലിയ കുതിച്ചാട്ടം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ്